വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക. ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽസ് ആർമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി, A family's journey to holiness. ഞങ്ങൾക്ക് പേഴ്സണലി ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. കാരണം ഞങ്ങളുടെ ഡാഡി അമ്മച്ചിയാണ് ഇവിടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഡാഡി അമ്മച്ചി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് ആണ്. വെൽക്കം ഡാഡി, വെൽക്കം അമ്മച്ചി. അമ്മയുടെ പ്രാർത്ഥന കുടുംബത്തിലേക്ക് ഒഴുക്കുന്ന ദൈവകൃപ. ഒരമ്മ ഒരു കുടുംബത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ഒരമ്മയിലൂടെ ഷീ ഈസ് ദ റിയൽ ചാനൽ ഓഫ് ഗ്രേസ്. ഒരു കുടുംബത്തിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും വരുന്നുണ്ട് ഒരമ്മയിലൂടെ. ശരിക്കും ഒരു അമ്മ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ തന്നെയാണ് ഒരു കുടുംബത്തിൽ എടുക്കുന്നത്. അതുപോലെ ഒരു അമ്മയും ഒരു അമ്മൂമ്മയും ഒരു മുതുമുത്തശ്ശിയാണ് ഇവിടെ നമ്മുടെ കൂടെ ഇരിക്കുന്നത്. വെൽക്കം ഡാഡി, വെൽക്കം അമ്മച്ചി ടു ദ ഷോ. ശരിക്കും ഡാഡി അമ്മച്ചീനെ പറ്റി പറയുമ്പോൾ നമ്മൾ മിസ് ഔട്ടായ ഒരു മേജർ കാര്യമുണ്ട്. ഡാഡി ഈ കൊല്ലം 90 വയസ്സായി, അമ്മച്ചി 80 വയസ്സും. ഇവരൊരുമിച്ച് ഇവരുടെ 60ാമത്തെ വിവാഹ വാർഷികവും ആഘോഷിക്കുകയാണ് ഈ കൊല്ലം. സോ ഈ അത് ടോട്ടലി ഇതൊരു സ്പെഷ്യൽ ഒരു എപ്പിസോഡാണ് ഞങ്ങൾക്കിത്. ഡാഡി, എനിക്ക് ശരിക്കും ഡാഡിയുടെ അടുത്താ ചോദിക്കാനുള്ളത്. ശരിക്കും അമ്മച്ചിയിലൂടെ വന്നേക്കണ, അല്ലെങ്കിൽ അമ്മച്ചിയുടെ പ്രാർത്ഥനയിലൂടെ വന്നേക്കണ, നമ്മളുടെ വീട്ടിലേക്ക് വന്നേക്കണ ബ്ലെസ്സിങ്സ് ഡാഡിക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതെവിടെ തൊട്ടാണ് ആദ്യം തുടങ്ങി പറയുകയാണെങ്കിലേ, വിവാഹിത ആകാനായിട്ട് ഉള്ള പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെല്ലുന്ന കുടുംബം ഒരു കുടിക്കണ സ്ഥലമായിരിക്കരുത്. പ്രത്യേകിച്ച് ഭർത്താവ് ഒരിക്കലും കുടിക്കുന്ന ആളായിരിക്കരുത്. അമ്മച്ചിയുടെ പ്രാർത്ഥനയായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സർവാംഗ കുടിയുടെ ഒരു കേന്ദ്രം പോലെ തോന്നി. പക്ഷേ അത് വളരെയധികം മനസ്സിന് ഒരുപാട് പ്രയാസം വരുത്തിയെങ്കിലും അത് ആരെയും കാണിച്ചില്ല, എന്നോട് ഒട്ടും പറഞ്ഞില്ല. അത് 10-21 കൊല്ലൊന്നുണ്ട് ആ കുടി. അവിടെ വന്നും എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ട് വഴക്കിടുകയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വിഷമകരമായിട്ടത് പറയുകയോ ചെയ്തിട്ടില്ല. അതേസമയത്ത് നല്ലോണം മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും. ഈ കാര്യം നല്ലോണം ഇത് നിർത്താനുള്ള വഴി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് ആ ഒരു പ്രാർത്ഥനയിലാണ് ഇരുന്നെങ്കിലും വിഷമമുണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാം കാണാമായിരുന്നു. പക്ഷേ എനിക്കും അത് ഒന്നും പറയാത്തത് കൊണ്ട് വളരെയധികം താമസിച്ച് വെളുപ്പിനൊക്കെയാണ് ചിലപ്പോൾ 1 മണി ഒക്കെ വരുമ്പോഴും പുള്ളിക്കാരത്തിൽ ഭക്ഷണം കഴിക്കില്ല, എന്നെ കാത്തിരിക്കും. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വന്നാണെങ്കിലും എന്നെ വേഗം എടുത്തൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ എടുത്തു വെച്ചാൽ ഞാനും അതിൽ പങ്കുകൊള്ളും, വേണ്ടെങ്കിലും അത് കഴിക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുപോയി കഴിച്ച് പോയി കിടക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത്രയും നേരം എന്താണെന്ന് ഒന്നും ഒരു കാര്യം ചോദിക്കില്ല. അതുകൊണ്ട് എനിക്കൊരു എപ്പോഴും ഒരു മനസ്സിലൊരു പ്രയാസമുണ്ട്. ഉണ്ടെന്നോ ഇങ്ങനെയുള്ള പ്രയാസം ഉണ്ടെന്നുള്ള അറിയുകയും ചെയ്യാം. ഒന്നും പറയാത്തത് കൊണ്ട് ഒരു കുറ്റബോധമുണ്ട്. അപ്പോൾ അങ്ങനെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് 10-21 കൊല്ലം അങ്ങനെ പോയി. അത്രയും നീണ്ടു നിന്നിട്ടും ആ ഒരു കാര്യത്തിലൊരു പൈസ പറ്റിയിട്ടില്ല എന്നുള്ളത് വളരെയധികം എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ധ്യാനം കൂടിയ 1981 ആഗസ്റ്റ് 30. അപ്പോൾ ഞങ്ങൾ ആ നായിക്കം ബ്രഹ്മലച്ചൻ്റെ ധ്യാനമായിരുന്നു. അതിൽ ഞങ്ങൾ പോയി കൂടുമ്പോൾ ആദ്യം ഞാൻ വളരെ നിർബന്ധിച്ചിട്ടാണല്ലോ പോണത്. ഇപ്പം ഞാൻ പറഞ്ഞ എന്താണെന്നാ, ഈ ദിവസവും ദീപാവലിയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ പോയി ധ്യാനം കൂടണം എന്തിനാ എന്ന് പറഞ്ഞ് അങ്ങനെ ഇതായിരിക്കും. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ബുക്ക് ചെയ്തോ പോകാമെന്ന് പറഞ്ഞ് പോയി. എങ്കിലും ഞാൻ അവിടെ ചെന്നിട്ട് കാറൊന്ന് പാർക്ക് ചെയ്തേക്കട്ടെ, കയറിക്കോളെന്ന് പറഞ്ഞു.
ഞങ്ങൾക്ക് എന്നിട്ട് പണിസ്ഥലത്തോട്ട് പോയി. അത് എന്താണെന്ന് വെച്ചാൽ എനിക്കതിൽ അത്ര ഇഷ്ടമായിട്ട് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലെന്നുള്ള ഒരു ഉള്ളിലൊരു ഇതായിട്ടപ്പോൾ. അപ്പോൾ അത് കാരണം പോയി ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വേഗം ഇയാൾ ഒരു ഓട്ടോറിക്ഷയിൽ വന്നപ്പോൾ ഇതെന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ വാ ഇപ്പം തന്നെ ഭക്ഷണം കഴിച്ചോ നമുക്ക് ഇപ്പം തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ പോയില്ല. ഒരു അത്യാവശ്യം ഉണ്ടായിട്ട് പോയതാണ്, ഇനി പോയില്ല പറഞ്ഞിട്ട് വേഗം പോയി. അവിടെ ചെന്ന് ആ ധ്യാനം കൂടിയത് ദിവസം ഞാൻ പോയത് എൻ്റെ ആ ഇത് മാറും എങ്ങനെയാ ആ ദിവസം ഞാൻ കൂടിയപ്പോൾ എനിക്ക് തോന്നി വലിയ നഷ്ടമാണ് ഞാൻ ചെയ്ത, ഒരുപാട് നല്ലൊരു ധ്യാനമായിട്ട് തോന്നി. പിന്നെ ഞാൻ പോയിട്ടില്ല. എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്യും, ഞാൻ ചെക്ക് എഴുതി കൊടുക്കുകയും പോകും. അപ്പോൾ അങ്ങനെ വന്ന് അത് പിന്നെ ആ ധ്യാനം നന്നായിട്ട് 6 ദിവസമായിരുന്നു. 6 ദിവസം കഴിഞ്ഞ് അപ്പോൾ ഇറങ്ങിയപ്പോൾ ഈ അച്ഛനോട് അച്ഛൻ എല്ലാവരുടെയും തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ആ ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിക്കൊണ്ട് ഇരിക്കുമ്പോൾ ഞാൻ ആ സക്രാരിയിലേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ദൈവമേ എത്ര നല്ല ധ്യാനമാണിത്, എല്ലാവർക്കും കൊടുത്താൽ ഇത് എല്ലാവരും രക്ഷപ്പെടിയില്ലേ. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ വന്നേക്കാം, എന്നെ വിളിക്കുക, എന്നെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ അച്ഛൻ പ്രാർത്ഥന ആളുകളുടെ തലക്ക് വെച്ച് കൈ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം ഞങ്ങളും പോയി അവിടെ ഞാൻ എൻ്റെ തലയിൽ കൈ വെച്ചപ്പോൾ ഇയാൾ പറഞ്ഞ് ദിവസവും കുടിക്കുന്ന ആളാണ്, ഒന്ന് കുറയാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ചേട്ടാ കുടിക്കുമല്ലേ? കുടിക്കും. എന്നാൽ ഇന്ന് കർത്താവിനോട് പറ ഇനി ഞാൻ കുടിക്കില്ലെന്ന് പറയാൻ പറയും. ഞാൻ വേഗം അങ്ങനെ തന്നെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും ഞാനങ്ങനെ നോക്കുമ്പോൾ അത് നടക്കണ കാര്യമല്ല. എന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിലെല്ലാവരും എന്ന് വെച്ചാൽ പെങ്ങന്മാരുടെ 5 അളിയന്മാർ, പിന്നെ വീട്ടിലും എല്ലാം ഒക്കെ ഒരുപാട്, അങ്ങനെയൊക്കെ ഞാനാണ് അതിൻ്റെ പ്രധാനി. അപ്പോൾ അത് പ്രയാസം ഉണ്ടാവും, അതെനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. അതെന്താ? അതല്ലെങ്കിലും നമുക്ക് സാധിക്കില്ല, നമുക്ക് സാധിക്കാത്ത കർത്താവിന് സാധിക്കും. അപ്പം സാധിക്കാതെ വരുമ്പോൾ അങ്ങോട്ട് പറയാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ 3 ദിവസം എൻ്റെ ജോലി കഴിഞ്ഞ് അതുവരെ ഒന്നും ഞാൻ കുടിച്ചിട്ടില്ല. 6 3 9 ദിവസം. അത് കഴിഞ്ഞ് ഞാൻ 9ാമത്തെ ദിവസം അപ്പം ഈ ധ്യാനം കഴിഞ്ഞിട്ട് ഈ 3 ദിവസം വളരെയധികം ടെൻഷനായിരുന്നു. ഇത് ആ സമയം വൈകുന്നേരമാകുമ്പോൾ ഇത് കുടിക്കാതിരുന്ന പറ്റില്ലാത്തൊരു, എങ്കിലും ഞാൻ ആ 7 മണിയാവുന്ന മുമ്പ് ഇത് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. ആ 10 മണി 11 മണിക്ക് കിടന്നാലും ഇങ്ങനെ ഒരു യൂറിൻ പാസ് ഉണ്ടാകും. പക്ഷേ അതുപോലും ഇല്ലാതെ എന്നെ നേരം വെളുക്കുന്നവരെ കിടത്തി. അപ്പോൾ വീട്ടിലാണെങ്കിലും ആൾമാരുടെ അടുത്ത് കുപ്പി ഇരിപ്പുണ്ട് അല്ല. അപ്പോൾ ഞാനങ്ങനെ പിന്നെ 3ാമത്തെ ദിവസം ഞാൻ വിചാരിച്ച് ഇനി ഇത് നടക്കില്ല എന്ന് കരുതി ഞാൻ കുടിക്കാനായിട്ട് കയറി. ഫോണിൻ്റെ അകത്ത് കയറി ഇങ്ങനെ കയറുമ്പോൾ എനിക്ക് തോന്നിയാണ് അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ അപ്പോഴാണ് ഓർക്കണം. നീ കർത്താവിൽ ആശ്രയിക്കുക, എനിക്ക് ആശ്രയിക്കാതെ വരുമ്പോൾ കർത്താവിൽ ആശ്രയിക്കും. അത് ഞാൻ അപ്പോൾ എൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്ന ആ കർത്താവിനോട് പറഞ്ഞ്, കർത്താവ് ഇതാ 9ാമത്തെ ദിവസവും ഞാൻ ഇതുവരെയും കുടിച്ചില്ല, പക്ഷേ ഇന്ന് ഞാൻ കുടിക്കാൻ തന്നെ വന്നേക്കാണ്, അല്ലാതെ എനിക്ക് നിവർത്തിയില്ല. അതുകൊണ്ട് ഇതാണെങ്കിൽ എന്നെ കർത്താവ് ഇപ്പം എടുക്കുകയാണെങ്കിൽ ഇത് നിർത്താൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് സാധിക്കാതെ വരും ഒരിക്കലും എന്നെ. അപ്പോൾ എൻ്റെ ഇത് പറയുമ്പോഴൊക്കെ 2 തള്ളി കണ്ണുനീര് പോയി. പിന്നെ അവിടുന്ന് അത് കഴിഞ്ഞ് എണീറ്റിട്ട് ഇതിൻ്റെ ഒരു ഗുണോ അല്ലെങ്കിൽ ഒരു സാധനമില്ല, അങ്ങോട്ട് മങ്ങാഷ് ചെയ്ത് പോയാൽ മതി. ആര് കുടിച്ചാലും എന്ത് കുടിച്ചാലും ഒന്നും എനിക്കൊരു കുഴപ്പമില്ല. ആരെല്ലാം കുടിച്ചാലും ഞാൻ കുടിക്കില്ല. 34 കൊല്ലം. അപ്പോൾ അത് വരെയും പിന്നെ തൊട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ധ്യാനത്തിൽ ഒരു ഇതാണ്.
അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ശക്തിയും അതിൻ്റെ അകത്തുണ്ട്. ശരിക്കും അമ്മച്ചി അമ്മച്ചിയുടെ ആ 21 കൊല്ലം വെയിറ്റ് ചെയ്ത് പ്രാർത്ഥനയോടെ മാത്രം വെയിറ്റ് ചെയ്ത്, അത് ഒരു വാക്കിൽ പോലും അതെ. ഒരു ബുദ്ധിമുട്ടില്ലാതെ ശരിക്കും ആ 21 കൊല്ലത്തെ പ്രാർത്ഥനയുടെ എനിക്ക് തോന്നുന്നത് നിരന്തരമായ ആ ഒരു പ്രാർത്ഥന അത് ആൻസർ ചെയ്തതാണ് അല്ലേ? അതായത് ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ, ആ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോരുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മ എൻ്റെ മുറിയിലുണ്ടായിരുന്നു. ആ അമ്മയുടെ ഒരു സ്റ്റാച്ചു അതും കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ പടിയിറങ്ങിയത്. അപ്പം എല്ലാവരും എന്നെ കളിയാക്കി, ഓ നല്ല കൂട്ടാണ്, അമ്മേനെ കൂട്ടുപിടിച്ചാൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട്. അത് വളരെ കറക്റ്റായിരുന്നു. എന്ത് പ്രയാസം വന്നാലും എന്ത് പ്രശ്നം വന്നാലും അമ്മേനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം കരഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ആ പ്രയാസം എല്ലാം അങ്ങോട്ട് മാഞ്ഞു പോവുകയാണ്. പിന്നെ എനിക്കതൊരു പ്രയാസമായിട്ട് തോന്നാറില്ല. തന്നെയല്ല, ഈ മദ്യപാനം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, വളരെ കല്യാണക്കാരും പറയാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ പ്രാർത്ഥിക്കണം ഒരേ പ്രാർത്ഥന അതാണ്. അതായത് ഒരു കുടിയനായ ഭർത്താവ് ആയിരിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ അതായത് വീട്ടിലാരും കുടിക്കണവരില്ല. വേറെ അപ്പൻ്റെ ചേട്ടൻ്റെ മക്കളും അങ്ങനെയുള്ള കസിൻസ് കുടിക്കണത് കണ്ടിട്ടുണ്ട്. ആ കുടുംബത്തിൽ വലിയ അലോഹ്യം കണ്ടിട്ടുണ്ട്. അപ്പം അതുണ്ടാകരുതെന്നുള്ള അങ്ങേറ്റത്തെ ആഗ്രഹത്തോടു കൂടിയായിരുന്നു ആ പ്രാർത്ഥന. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ട് തോന്നി. അമ്മേനോട് ഞാൻ വഴക്കിട്ടിട്ടുണ്ട്, എന്താണ് ഞാൻ ഇങ്ങനെ എല്ലാം പ്രാർത്ഥിച്ചിട്ട് എന്താണത് കേൾക്കാഞ്ഞത്. പക്ഷേ അമ്മ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട്, അമ്മയ്ക്കറിയാമായിരുന്നു ഈ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും ദൈവത്തിലേക്ക് അടുക്കണമെങ്കിൽ ഈ സഹനം ആവശ്യമാണെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അമ്മ എനിക്ക് തന്ന വലിയ സഹനത്തിൻ്റെ ഒരു ബലമായിരുന്നു ഞാൻ അന്ന് അനുഭവിച്ചത്. പക്ഷെ ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്, അമ്മ തന്ന ആ സഹനം അത് എത്രമാത്രം വലുതാണെന്നുള്ളത് ഇപ്പം അതിൻ്റെ ആ അനുഭവത്തിലൂടെ മനസ്സിലാക്കി. അതായത് ഇപ്പം മക്കളും കൊച്ചുമക്കളും എല്ലാവരും തന്നെ ഈ മദ്യപാനത്തിൽ നിന്ന് ഒഴിവായി തന്നെയല്ല ദൈവ ശുശ്രൂഷകരായിട്ട് ജീവിക്കുകയാണ്. അപ്പം ഈ സഹനം അതിനു വേണ്ടി ആയിരുന്നു എന്നുള്ളത് ഇപ്പം മനസ്സിലാണ്. ദൈവത്തിന് നന്ദി. ദൈവത്തിന് നന്ദി. ശരിക്കും അമ്മച്ചിയുടെ ആ ഒരു ലൈഫിൽ അമ്മച്ചി ആ ഒരു സഹനം ആ ഒരു പ്രാർത്ഥനയാക്കി മാറ്റി, സഫർ ചെയ്ത് ആ ഒരു സഫറിങ് പ്രാർത്ഥനയാക്കി മാറ്റി കാഴ്ചവെച്ചതുകൊണ്ടാണ് ഇന്ന് അമ്മച്ചിയുടെ ജീവിത പങ്കാളിയും ഒപ്പം ഡാഡിയുടെയും മക്കളുടെയും കൊച്ചുമക്കളുടെയും എല്ലാവരുടെയും ജീവിതത്തിലെ നവീകരണത്തിൻ്റെ ഒരു അടിത്തറ അമ്മച്ചിയുടെ ആ ഒരു സഹനവും പ്രാർത്ഥനയും തന്നെയായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ശരിക്കും ഇങ്ങനത്തെ അമ്മമാരാണ് ഒരു കുടുംബത്തിനെ മാറ്റിമറിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ കുടുംബത്തിലേക്ക് വരാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും, കുടുംബത്തിലേക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന, സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ കൃപവര ദാനങ്ങളും ചോദിച്ചു മേടിക്കുന്നത് ഒരമ്മയുടെ പ്രാർത്ഥനയും സഹനവും ഒക്കെയാണ്. ശരിക്കും ഇതിലൂടെ ഒരു ഭയങ്കര മേജറായിട്ടുള്ളൊരു കാര്യം വരുന്നത്, എത്ര പ്രോബ്ലം ഉണ്ടെങ്കിലും എത്ര ചെറുതും എത്ര വലുതും ആയിക്കോട്ടെ, അത് പ്രാർത്ഥനയിലൂടെ മാത്രം നമ്മൾക്കിത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. പ്രാർത്ഥന മാത്രമാണ് ശരിക്കും ദൈവത്തിന്റെ കയ്യിലേക്ക് അത് അർപ്പിക്കുന്നത് മാത്രമാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്നുള്ളത്. അതെ, ശരിക്കും അത് അമ്മച്ചി നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുകയുണ്ടായി. എന്താണെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തില് നമുക്ക് ജെറിൻ അച്ഛന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. സോ ജെറിൻ അച്ഛനിലേക്ക് നമുക്ക് പോകാം. ഓവർ ടു ഫിലിപ്പൈൻസ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മമാരുടെ പ്രാർത്ഥന ഒരു കുടുംബത്തിൽ ഉണ്ടാക്കുന്ന മാറ്റവും അതുണ്ടാക്കുന്ന പ്രത്യേകതകളും, ഈ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നവൾ എന്നൊരർത്ഥം കൂടി അതിൻ്റെ സൈഡായിട്ട് വരുന്നുണ്ടല്ലോ കുടുംബജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ അമ്മയുടെ പ്രാർത്ഥന ഭർത്താവിൻ്റെ ജീവിതത്തിലും അല്ലെങ്കിൽ മക്കളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാക്കുന്ന വ്യത്യാസം ഭയങ്കരമാണ്. എന്നിട്ട് ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഇവിടെ ഡിസ്കഷൻ പോലും വെച്ചത്? എല്ലാ അമ്മമാരും പ്രാർത്ഥിക്കുന്നവരല്ലേ? അപ്പം എനിക്ക് തോന്നി എല്ലാ അമ്മമാരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ ചില അമ്മമാർ ഒരു ഒന്നൊന്നര പ്രാർത്ഥനക്കാരാണ്. അവർ സാധാരണ ലെവലിൽ നിന്ന് മാറി കുറച്ചുകൂടി ഉയർന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി. ചരിത്രത്തിൽ നോക്കി ചില അമ്മമാർ മാത്രം എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മാറിയിട്ടില്ലേ? അതായത് കൊച്ചിലസിയ പുണ്യതൊരു അമ്മ സെലിഗ്രിൻ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്രാർത്ഥിച്ച് വളരെ കുറച്ച് നാളെ മകളോട് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ മക്കളെല്ലാവരും വിശുദ്ധിയാക്കിയിട്ട് പോയി.
അതുപോലെ തന്നെ ഡോൺ ബോസ്കോയുടെ അമ്മ മാർഗ്രറ്റ് എത്ര ബ്യൂട്ടിഫുൾ അമ്മയായിരുന്നു. അമ്മയുടെ അവസാനം വരെ ഈവൻ ഡോൺ ബോസ്കോ അച്ഛനായ ശേഷം കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് ഒരുക്കി പോയ കുറേ അമ്മമാർ. കൊച്ചു കുര്യാക്കോസ്, ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയും വിശുദ്ധനുമായ കൊച്ചു കുര്യാക്കോസ്, അവൻ എത്ര 3-4 വയസ്സുള്ളപ്പോഴാണ് പറഞ്ഞത് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞിട്ട് മരിക്കാൻ പോയവൻ. അല്ലെങ്കിൽ മോനിക്ക പുണ്യവതി, അഗസ്റ്റിനെ പുണ്യവാനാക്കിയ അമ്മ. ഇതൊക്കെ ഒരു ഒന്നൊന്നര അമ്മമാരാണ്. ഈ ഒരു എപ്പിസോഡ് ശരിക്ക് എല്ലാ അമ്മമാരെയും ഈ ഒരു ഒന്നൊന്നര അമ്മയാവാനുള്ള വലിയ വിളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ്. പ്രാർത്ഥിക്കുന്ന, നേദിക്കുന്ന, കൂടുതൽ ഈശോയ്ക്ക് മുമ്പിൽ മക്കൾക്കും ഭർത്താവിനും വേണ്ടി കാത്തിരിക്കുന്ന ബലമുള്ളൊരമ്മ. നമ്മൾ ഈ കുറേ നാളുകൾക്ക് മുമ്പ് എനിക്കുണ്ടായ ചെറിയ അനുഭവം പറയാം. എൻ്റെ ഒരു നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നു, അത് അടിച്ചുപോയി. പെട്ടെന്ന് അടിച്ചുപോയി. ഇപ്പോൾ ഞാൻ കടയിൽ കൊണ്ടുപോയി നന്നാക്കാൻ കൊടുത്തപ്പോഴത്തേക്ക് പുള്ളി പറയാണ്, അച്ഛാ ഇതിൻ്റെ മദർ ബോർഡ് അടിച്ചു പോയെന്ന്. മദർ ബോർഡ് അടിച്ചാൽ എത്ര മാറാനായിട്ട്? അത് മാറാനായിട്ട് 8,000-9,000 രൂപയാകും. ഫോണിനോ 12,000 രൂപ പുതിയ മേടിക്കുവാണെങ്കിൽ അത് കൊള്ളാം. പിന്നെ അതിന് പുതിയ ഫോൺ മേടിച്ചാൽ പോരെ. ഈ മദർ ബോർഡ് എന്ന് പറയുന്ന ഒരു ഫോണിന് ഏറ്റവും, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിന് പ്രധാനപ്പെട്ട സാധനം എന്ന പോലെ ഒരു അമ്മ ഒരു കുടുംബത്തിന് പ്രധാനപ്പെട്ടതാണ്. ഒരു കുടുംബത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ട്രാജഡി എന്തായിരിക്കും? ഒരു പ്രാർത്ഥിക്കാത്ത അല്ലെങ്കിൽ തപസരിക്കാത്ത ഒരു അമ്മയാണ് ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ ട്രാജഡി എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളുടെ ഉത്തരവാദിത്വം, നിങ്ങൾ വലിയൊരു വിളിയാണ് ഉത്തരവാദിത്തം. വലിയൊരു വിളി ഓർമ്മപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ട് ഇതിന് മാറ്റുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ചർച്ച ചെയ്തപ്പോഴത്തേക്കുണ്ടായ മനോഹരമായ ഒരു അനുഭവമുണ്ട്. അവരെല്ലാവരും കൂടി ഇങ്ങനെ അമ്മമാരെ പറ്റി പെട്ടെന്ന് ഡിസ്കഷൻ വന്നു. പല കാര്യങ്ങളും എല്ലാ ദിവസവും ഡിസ്കഷൻ വരും. അന്ന് അമ്മമാരായിരുന്നു. അപ്പോൾ ഒരു വളരെ തമാശക്കാരിയായ പെൺകുട്ടി പറയുകയായിരുന്നു, എൻ്റെ അമ്മ ശരിക്കൊരു ഹെലികോപ്റ്റർ മദറാണ്. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഹെലികോപ്റ്റർ മദറോ? അമ്മ പൈലറ്റൊന്നും അല്ലല്ലോ എന്തായാലും, ഒരു സാധാരണക്കാരമ്മയെന്ന് എനിക്കറിയാം. അതായത് ഇപ്പോൾ എന്താണ് ഹെലികോപ്റ്റർ മദർ? വളരെ നൈസായിട്ട് അവൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഹെലികോപ്റ്റർ മദർ എന്ന് പറഞ്ഞാൽ അമ്മ എപ്പോഴും ഇങ്ങനെ മേളിലെല്ലാം ഇങ്ങനെ പിടിച്ച് എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഹെലികോപ്റ്റർ എല്ലാം മേളിൽ നിന്ന് യുദ്ധമൊക്കെ വരുമ്പോഴത്തേക്ക് കണ്ടിട്ടില്ലേ, പെട്ടെന്ന് എല്ലാം മേളിൽ നിയന്ത്രണങ്ങളൊക്കെ കൊടുത്ത് പോയിക്കൊണ്ടിരിക്കും. എല്ലാം നോക്കി എല്ലാത്തിനും ചെക്ക് വെച്ച് പോയിക്കൊണ്ടിരിക്കും. അതാണ് ഹെലികോപ്റ്റർ മദർ. അപ്പോൾ അടുത്താൾ പറയാണ്, എൻ്റെ അമ്മ ഇച്ചിരി മുറ്റാണ്, സബ്മറൈനാന്ന് പറഞ്ഞ്. സബ്മറൈനാണ് നമ്മുടെ ഈ അന്തർവാഹിനി എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, അതെന്താ പരിപാടി? അമ്മ ഉണ്ടെന്നൊന്നും നമ്മൾ അറിയത്തില്ല, പക്ഷെ അടിയിൽ ഇങ്ങനെ എപ്പോഴും യുദ്ധസന്നാഹമായ കാര്യങ്ങൾ ഒരുക്കി അവസാനം പൊട്ടിത്തെറിയൊക്കെ അവരും അറിയത്തുള്ളൂ. അമ്മ എല്ലാം കാണുന്നുണ്ടായിരുന്നു, എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ ഓരോരോ മദർഹുഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതായിരിക്കും ഒരു ഐഡിയൽ മദർഹുഡ്? ഇതെല്ലാം അമ്മമാർക്ക് വേണം കേട്ടോ. ഹെലികോപ്റ്റർ മദറും വേണം, പ്രഷർ കുക്കർ മദറുണ്ട്, അത് വേറെ, എപ്പോഴും പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കും മക്കൾക്ക്, അല്ലെ പൊട്ടിത്തെറിക്കാൻ സാഹചര്യം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ സബ്മറൈൻ മദർഹുഡും വേണം. പക്ഷേ ഏറ്റവും നല്ല മദർഹുഡ് എന്തായിരിക്കും? ഒരു പ്രയർഫുൾ അമ്മ, പ്രാർത്ഥിക്കുന്ന ഒരമ്മയുള്ളൊരു വീടിൻ്റെ ബലം. ഞാൻ കുറച്ച് നാൾക്കും എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛൻ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം രാത്രി ഒരു 8 മണി 6 ചെന്ന്. അപ്പോൾ അമ്മച്ചി മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ. ഞാനിത് പറയുന്നതിന് ഒരാഴ്ച മുമ്പ് എൻ്റെ അമ്മ മരിച്ചു പോയത് കേട്ടോ. അപ്പോൾ അമ്മ ഇത് സ്വർഗത്തിൽ നിന്ന് കേട്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ചെന്നിട്ട് അച്ഛനോട് പറയാണ്, ജെറിൻ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കുണ്ടല്ലോ അമ്മച്ചിക്ക് വയ്യാതൊക്കെ ഇരിക്കുകയാണ്, അമ്മച്ചി മുട്ടുകുത്തി കൈയൊക്കെ പിടിച്ച് കൊന്ത ചെല്ലുമായിരുന്നു എന്ന്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, അമ്മച്ചിക്ക് വയ്യല്ലോ? അല്ല, വയ്യെങ്കിലും എൻ്റെ മോനും മക്കൾക്കൊക്കെ വേണ്ടി ഞാൻ പെമ്മക്കൾക്ക് വേണ്ടി ഞാനല്ലേ പ്രാർത്ഥിക്കേണ്ടത്. അച്ഛൻ പറയണം, മോനെ നീയൊക്കെ ജീവിതകാലത്ത് വീണ് പോകത്തില്ല, നിനക്കൊക്കെ എന്തൊരു ബല വീട്ടിൽ നിന്ന് കിട്ടുന്നെന്ന്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുള്ള വീടെന്ന് പറയുന്നത് തന്നെ മക്കൾക്ക്, ഭർത്താവിനൊക്കെ എന്തൊരു ബല, ഒരു മദർഹുഡ് കൊടുക്കുന്ന ഒരു ബലം, പ്രാർത്ഥന കൊടുക്കുന്ന ഒരു ബലം. അതുകൊണ്ട് അമ്മമാരെ വീണ്ടും ഞാൻ പറയുന്നു, ഇത് വലിയൊരു വിളിയാണ്. നിങ്ങൾ വില കൊടുത്ത് സ്വന്തമാക്കേണ്ട, എക്സ്ട്രാ കൊടുത്ത് ഓരോ നിമിഷവും കൊടുത്ത് കർത്താവിന് മുമ്പിൽ നിൽക്കേണ്ട വലിയൊരു വിളിയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അമ്മമാരെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും പറയാൻ നമുക്ക് വലിയ ബലമില്ലെങ്കിൽ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഇടവകയിൽ തന്നെ എനിക്ക് കിട്ടിയ 2 അനുഭവങ്ങളാണ് ഇതിലേക്ക് പറയാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങളുടെ പള്ളിയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കാറ്റക്കിസ്റ്റിൻ്റെ ഒരു അമ്മച്ചിയുണ്ട്. 60 വയസ്സൊക്കെ കഴിഞ്ഞു. അമ്മച്ചി 65 വയസ്സൊക്കെ കഴിഞ്ഞു. നല്ല ആക്റ്റീവാണ്, നല്ല പവർഫുൾ പ്രീച്ചറാണ്. അമ്മച്ചിക്ക് പറയുമ്പോൾ തീപ്പൊരിയായിട്ടാണ് വചനമൊക്കെ വരുന്നത്. പക്ഷേ ഒരു ദിവസം ഞാൻ അമ്മച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മച്ചിയുടെ മക്കളൊക്കെ ഓൾറെഡി കല്യാണമൊക്കെ കഴിഞ്ഞ് കൊച്ചുമക്കളൊക്കെ ആയൊക്കെ തുടങ്ങി. അപ്പോൾ ചെന്നപ്പോഴത്തേക്ക് അമ്മച്ചിയുടെ മക്കളൊന്നും ഒട്ടും പ്രയർഫുൾ അല്ല. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. അപ്പനും അമ്മയൊക്കെ പ്രയർഫുൾ ആണെങ്കിലും മക്കൾ അങ്ങനെ അല്ലാതായി പോകുന്ന ഒത്തിരി സിറ്റുവേഷൻ, പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ അങ്ങനത്തെ വളരെ നോർമലായ സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അമ്മച്ചി മക്കളും കൊച്ചുമക്കളൊക്കെ ഇരിക്കുമ്പോൾ പറയുകയാണ്, ഫാദർ അവരെല്ലാവരും കാത്തലിക് സ്കൂളിൽ പഠിച്ചു, ഞാൻ അവർക്ക് നല്ല കാറ്റക്കിസമൊക്കെ കൊടുത്തു, പക്ഷെ അവരാരും പള്ളി വരുന്നില്ല, അവരാരും പ്രാർത്ഥിക്കുന്നില്ല. ഈ വീട്ടിൽ ഏറ്റവും വലിയ വഴക്കതിന് വേണ്ടിയാണ്. ഞാൻ അവരെയൊക്കെ എപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരിക്കും. എൻ്റെ മുമ്പിൽ നിന്ന് പറയുകയാണ്, ഈ കൊച്ചുമക്കൾ പോലും പള്ളി വരുന്നത്, അച്ഛൻ ഉപദേശിക്ക് പിശാചാണ്, തലക്ക് കൈ പിടിക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, ഞാൻ ആ വീട്ടിൽ പെട്ടുപോലായിപ്പോയി. കാരണം ഒരു വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് ചുറ്റും ഇരിക്കുന്നവരൊക്കെ പിശാചാന്നൊക്കെ പറഞ്ഞാൽ അവർ പിന്നെ എന്നെ എങ്ങനെ നോക്കും? ഞാൻ എങ്ങനെ അവരുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും?
ഇതൊരു തെറ്റായ ആറ്റിറ്റ്യൂഡാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥിക്കുന്ന അമ്മമാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ ഒന്നും പലപ്പോഴും പ്രാർത്ഥിക്കുന്നില്ലായിരിക്കും, നിങ്ങളുടെ സ്വപ്നം അനുസരിച്ച് വരുന്നില്ലായിരിക്കും. ഒരു പരിധിവരെയൊക്കെ നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാം. പക്ഷേ ഒരു പരിധി വിട്ട് കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കൾ വളർന്നു തുടങ്ങിയെങ്കിൽ അവിടെയാണ് ശരിക്കും വലിയൊരു അമ്മമാരുടെ പ്രാർത്ഥനയുടെ രഹസ്യം പങ്കുവയ്ക്കാനുള്ളത്. നമ്മുടെ മോനിക്ക പുണ്യതയെ കണ്ടിട്ടില്ലേ? നിശബ്ദമായ പ്രാർത്ഥനകളായിരുന്നേ. അവരാരും പ്രാർത്ഥിച്ചു എന്ന് പോലും മറ്റുള്ളവർ അറിഞ്ഞിട്ടില്ല. മകനൊക്കെ തകർന്നു പോകുമ്പോഴും മക്കളൊക്കെ അകന്നു പോകുമ്പോഴും നിശബ്ദമായി കർത്താവിൻ്റെ മുമ്പിലിരുന്ന് മുട്ടുകുത്തി ഒരു കുറ്റപ്പാടും പറയാതെ, ഒന്നും വിളിച്ച് പറയാതെ, ആരെയും വിധിക്കാതെ, അവരുടെ മക്കളെ ഒന്നും നാണം കെടുത്താത്ത രീതിയിൽ എത്ര മനോഹരമായിട്ട് ഒരു അമ്മയൊക്കെ പ്രാർത്ഥിച്ചത്. അതിന് നല്ലൊരു ഉദാഹരണം തരാം. എൻ്റെ പള്ളിയിൽ നിന്ന് തന്നെ തരാം. റീസെൻ്റ്ലി ഒരു അമ്മയും അപ്പനും എല്ലാ ദിവസവും പള്ളി വരാൻ ശ്രദ്ധിച്ചായിരുന്നു. എല്ലാ ദിവസവും പള്ളി വരും. അവർ ഡോക്ടർ ദമ്പതികളാണ്. എല്ലാ ദിവസവും രാവിലെ പള്ളി വരും. അപ്പോൾ ഇവരെല്ലാ ദിവസവും പള്ളി വന്നിട്ട് ഞാൻ നോക്കുക ആഴ്ച അവസാനമാകുമ്പോൾ ഇവർ കുറേ കൊന്തയായിട്ട് വരാറുണ്ട്. ചെറുതും വലുതുമായ കൊന്തകളൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇവരെന്നിട്ട് എല്ലാ ആഴ്ച എന്നെ കൊണ്ട് വെഞ്ചരിപ്പിച്ചിട്ടും ഒരാഴ്ച ഞാൻ ചോദിച്ചു, നിങ്ങളിത് ഉണ്ടാക്കുന്നതാണോ? അപ്പോൾ ഞാൻ അതെ. അവർ പറഞ്ഞു, ഞങ്ങൾ ഉണ്ടാക്കുന്ന കൊന്ത തന്നെയാണ്. ഞങ്ങളിത് ഉണ്ടാക്കിയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് താല്പര്യമുള്ളവർക്ക് കൊടുക്കും. അപ്പോൾ നല്ലൊരു മിനിസ്ട്രി ആണല്ലോ. ഇവർ തന്നെ തിരക്കുള്ള ജീവിതമാണെങ്കിൽ പോലും സമയം കണ്ടെത്തി കൊന്ത ഉണ്ടാക്കി കൊടുക്കുന്നു ഉണ്ട്. അപ്പോൾ അമ്മ പറയണം, അച്ഛാ ഞങ്ങൾക്കൊരു ഇൻറ്റൻഷൻ കൂടിയുണ്ട്. ഓരോ കൊന്തമണി കെട്ടുമ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കും. അവൻ നല്ലൊരു ക്രിസ്ത്യാനിയായിരുന്നു. പക്ഷേ ഇവനിപ്പോൾ പള്ളി വരാറില്ല, പ്രാർത്ഥിക്കാറില്ല, ഈ ഈശോയുടെ ബന്ധത്തിൽ നിന്നൊക്കെ അകന്നുപോയി, ഒട്ടും തന്നെ ക്രിസ്ത്യമായി ജീവിക്കുന്നില്ല. അതുകൊണ്ട് ഓരോ കൊന്തമണിയും കെട്ടുമ്പോൾ ഞങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും. ഇതുപോലെ വിഷമിക്കുന്ന ഓരോ അപ്പനും അമ്മയ്ക്കും വേണ്ടി ഞങ്ങളിത് സമർപ്പിക്കും. ഞങ്ങളിത് ഞങ്ങളുടെ മകനോട് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. അച്ഛനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതും അച്ഛൻ ചോദിച്ചതുകൊണ്ട് ഞാൻ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ എന്നും പള്ളിയിൽ അവരെ കാണുമ്പോൾ അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന എല്ലാറുണ്ട്. ഓരോ പ്രാവശ്യവും അവരെ ഓരോ ആഴ്ച അവസാനം അവർ കുറേ കൊന്തയായിട്ട് വരുമ്പോഴത്തേക്ക് എനിക്കൊരു കൊന്ത വരും എല്ലാ ആഴ്ച വരുമ്പോഴും. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. ദൈവമേ, ഇതൊരു വലിയ മാതൃത്വത്തിന് വലിയൊരു മാതൃകയാണ്. നിശബ്ദമായി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് കത്തോലിക്ക സഭ ഇതുപോലെ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ, ഇത്ര വിശുദ്ധ സഭയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, സഭ വലിയ ശക്തിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അർത്ഥം എന്നാണെന്നറിയാമോ? കുറേ അമ്മമാർ നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ടും, കുറേ നോവെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടും, കുറേ സഹനമെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടും, ആരോടും പരാതി പറയാതെ ഇരുട്ടിൻ്റെ വിനാടികളിലൊക്കെ കട്ടക്കിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ. ചാപ്രാച്ചനൊക്കെ എത്ര മനോഹരമായിട്ട് അമ്മേനെ പറ്റി പറഞ്ഞ അമ്മ. ഞാൻ രാത്രിയിലൊക്കെ കുഞ്ഞായിരിക്കും ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ അമ്മ നന്മ നിറഞ്ഞ മരം ചൊല്ലുന്നതും സ്വർഗസ്നാവ് ചൊല്ലുന്നതും കൊന്തമണി ധരിക്കുന്നതൊക്കെ കണ്ടാണ് ഞാൻ വിശുദ്ധനായെന്ന്. ഓരോ കുഞ്ഞും ഈ ഭൂമിയിൽ വിശുദ്ധരാകുന്നത് ആ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ്. ഓരോ ഭർത്താവും വിശുദ്ധീകരിക്കപ്പെടുന്നത് ആ അമ്മയുടെ നിശബ്ദമായ പ്രാർത്ഥനകൾ കൊണ്ടാണ്. അതുകൊണ്ട് വാക്കുകളെക്കാളും എനിക്ക് തോന്നുന്നു ശക്തം നിങ്ങളുടെ നിശബ്ദമായ പ്രാർത്ഥനകളാണെന്നാണ്. അവസാനമായിട്ട് ഞാൻ എൻ്റെ തന്നെ അമ്മച്ചിയുടെ ഒരു ചെറിയൊരു സംഭവം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഭാഗം. അമ്മമാരുടെ പ്രാർത്ഥനകളെ പറ്റി പറയാൻ 1000 കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ വീട്ടിൽ ഏറ്റവും രസകരമായ കാര്യം അമ്മച്ചിയുടെ ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. ഞാൻ പലപ്പോഴായിട്ട് പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. വൈകുന്നേരം കൊന്തയ്ക്ക് ശേഷം അമ്മച്ചി എല്ലാത്തിൻ്റെ അവസാനം ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് ഞാൻ സെമിനാരിയിൽ പോയി ആദ്യത്തെ അവധിക്കാൻ വന്നപ്പോഴത്തേക്ക് അമ്മച്ചിക്ക് കൊണ്ട് കുറച്ച് ചെറിയൊരു പ്രാർത്ഥനയാണ്. ചാവറച്ചൻ്റെ പടമൊക്കെ അടിച്ച് എൻ്റെ മകൻ അത് ഈ സെമിനാരിൽ ചെന്ന എല്ലാ പിള്ളേർക്കും കൊടുത്തു വിടുമായിരുന്നു. അതായത് മക്കൾ വൈദികരാവാൻ വേണ്ടിയുള്ള വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥന എന്ന ടൈറ്റിലുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ അച്ഛനായിട്ട് 5 വർഷമായി. ഇപ്പോഴും അമ്മ ചൊല്ലുമായിരുന്നു. അമ്മ മരിക്കുന്നതിന് തലേ രാത്രിയിൽ കൂടി അമ്മ പ്രാർത്ഥന ഉറക്കെ ചൊല്ലി, എൻ്റെ മകനായ ജെറിനെ വിശുദ്ധനായ പുരോഹിതനാക്കി മാറ്റണമെന്ന്, ജ്ഞാനത്തിലും പ്രായത്തിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർത്തണമെന്ന് ചാവറപ്പിതാവിൻ്റെ മാധ്യസ്ഥ വഴി ഞാൻ അപേക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് അമ്മ ആമേനൊക്കെ എല്ലാ കൊന്തലും ചൊല്ലുമായിരുന്നു. അപ്പം എൻ്റെ പെങ്ങള മരിക്കുന്ന കുറച്ച് ദിവസമൊക്കെ മുമ്പ് അമ്മച്ചി ചോദിച്ചു, അമ്മച്ചി എന്തിനാ ഇപ്പോഴും അത് ചൊല്ലുന്നേ? കാരണം അവരച്ഛനായല്ലോ, അവരച്ഛനായിട്ട് ഇപ്പം 5 വർഷം കഴിഞ്ഞല്ലോ. അപ്പം അമ്മ പറയാണ്, അവരിപ്പോഴും കൊച്ചച്ഛനൊക്കെ അല്ലേ, അവൻ പുറത്ത് പഠിക്കുകയൊക്കെ അല്ലേ, അതുകൊണ്ട് കുറേ കൂടിയൊക്കെ പ്രാർത്ഥന അവന് കിട്ടും നല്ലതാ. ഞാൻ എന്നാലും മരിക്കുന്നവരെ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട അമ്മമാരെ, ഈ ഒരു ലോജിക്കില്ലാത്ത ചില പ്രാർത്ഥനകളുണ്ടല്ലോ, യുക്തിയില്ലാത്ത ചില പ്രാർത്ഥനകളുണ്ടല്ലോ, ഈ പ്രാർത്ഥനയാണ് ഓരോ കുഞ്ഞിൻ്റെയും ബലം, ഓരോ വീടിൻ്റെയും അടിത്തറ, ഓരോ ക്രൈസ്തവ കുടുംബത്തിൻ്റെയും ആണിക്കല്ല്. ഈ പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ ഒട്ടും ലോജിക്കില്ലാതെ പോലും പ്രാർത്ഥിക്കുന്ന എന്തോരം അമ്മമാരുണ്ട്. പാതിരാത്രിയിലൊക്കെ എഴുന്നേറ്റ് നിന്ന് ഉറങ്ങാതെ പ്രാർത്ഥിക്കുന്നവർ, രാവിലെ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവർ. നിങ്ങളുടെയൊക്കെ ഈ പ്രാർത്ഥനകൾ മാത്രം കൊണ്ടാണ്, അല്ലാണ്ട് മറ്റൊന്നും കൊണ്ടല്ല ഈ കുടുംബങ്ങൾ നേരെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് എല്ലാ അമ്മമാർക്കും കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ ഒരു 1.5 ലെവലിലേക്ക് ഉയരാനുള്ള വലിയൊരു ഉണർത്തുപാട്ടായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. അമ്മമാരെ, ഭർത്താക്കന്മാരെയും മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് അടുത്ത് നിർത്തിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് ജന്മം നൽകിയ അമ്മമാരെ ഒന്ന് നന്ദിയോടെ ഓർക്കാം. ഭൂമിയിൽ ദൈവത്തിന് എല്ലായിടത്തും ഉണ്ടാകാൻ പറ്റാത്തത് കൊണ്ട് അമ്മമാരെ ദൈവം സൃഷ്ടിച്ചു എന്ന് ഒരു കവി എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിനൊപ്പം നിന്ന് നമ്മൾ ജനിപ്പിച്ച അമ്മമാരെ നന്ദിയോടെ ഒന്ന് ഓർക്കാം.
എപ്പോഴെങ്കിലൊക്കെ അമ്മമാരെ സ്നേഹിക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആദരിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ, കരുതാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലൊന്ന് മാപ്പ് പറഞ്ഞൊക്കെ സ്നേഹിക്കാം. നമ്മുടെ അമ്മമാർ ഒരു പക്ഷേ മരിച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ സ്വർഗത്തിലേക്ക് ഏറ്റവും പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ഇപ്പോൾ നമ്മൾ ഉയർത്തുമ്പോൾ തന്നെ അനേക അമ്മമാരുടെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് ശുദ്ധികൾ സ്ഥലത്ത് പറന്നുയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമ്മമാർക്ക് ഈ നിമിഷം നിങ്ങളുടെ മക്കളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കേട്ടോ. ഏതെങ്കിലുമൊക്കെ സമയത്ത് നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കാനോ അവർക്ക് വേണ്ടി കൂടുതൽ കാഴ്ചവെക്കാനോ അവർക്ക് വേണ്ടി കൂടുതൽ ഒരുങ്ങാനൊന്നും പറ്റിയിട്ടില്ല എന്നൊരു കുറ്റബോധമൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ, കർത്താവിന് വിട്ടുകൊട്. ഇപ്പം മുതൽ, ഇന്ന് മുതൽ ഒരു എക്സ്ട്രാ ഓർഡിനറി, ഒരല്പം കൂടി, കുറച്ചുകൂടി പെയിൻ എടുത്ത്, കുറച്ചുകൂടി അധികം, ഒരു കൊന്ത കൂടി അധികമായി, ഒരു അല്പം നേരം കൂടി മുട്ടുകുത്തി നിന്ന്, ഒരു രാത്രിയിൽ കുറച്ചുകൂടി ഉറക്കം കുറച്ചൊക്കെ മാറ്റിവെച്ച് നമുക്കൊന്നുകൂടി കുറച്ചുകൂടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മക്കളൊക്കെ വിദേശത്തോ ദൂരെയൊക്കെയുള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അധികമായിട്ട് പ്രാർത്ഥിക്കട്ടെ. ആ മക്കളെയൊക്കെ ഒന്ന് ആത്മന ചേർത്ത് പിടിക്കട്ടെ. ഭർത്താവിൻ്റെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുള്ള അമ്മമാരുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിന് സമർപ്പിച്ച് നിങ്ങളുടെ ഓരോ സഹനത്തിനും നിങ്ങളുടെ ഓരോ സമർപ്പണത്തിനും സ്വർഗം ഉത്തരം തരും. കാരണം ഒരമ്മ സ്വർഗത്തിൽ നിന്നെല്ലാം കാണുന്നുണ്ട്. ഈ ഭൂമിയിലൂടെ കടന്നുപോയ എല്ലാ സഹനങ്ങളും അനുഭവിച്ച് കടന്നുപോയ ഒരു അമ്മ സ്വർഗത്തിൽ നിന്ന് കാണുന്നുണ്ട്. ആ അമ്മ നിങ്ങൾക്ക് വലിയ മാതൃകയും വലിയ ഇൻസ്പിറേഷനായിട്ട് മാറട്ടെ. അമ്മ മാതാവേ, ഞങ്ങളുടെ അമ്മമാരെ മുഴുവൻ അമ്മ മാതാവിൻ്റെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു, നന്ദിയോടെ സമർപ്പിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു അച്ഛാ. അച്ഛൻ്റെ ഭയങ്കര ഒരു വാല്യുബിൾ ഇൻപുട്ടും കൂടെയാണ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അച്ഛൻ സംസാരിക്കുകയുണ്ടായത്. ശരിക്കും തിരുക്കുടുംബത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മ ആ തിരുക്കുടുംബത്തിലേക്ക് അമ്മ വഴി ചൊരിഞ്ഞ ഒരുപാട് കൃപകൾ, അനുഗ്രഹങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് അമ്മയെടുത്ത സഹനങ്ങൾ, അമ്മയെടുത്ത ത്യാഗങ്ങൾ, അമ്മ ദൈവത്തോട് കാണിച്ച ഭക്തി, ദൈവഭയം, അതൊക്കെ ഒരുപാട് റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു വലിയ സഹനം എല്ലാ അമ്മമാരും ഇതേപോലത്തെ ഒരു സഹനത്തിലൂടെ, അല്ലെങ്കിൽ എല്ലാ അമ്മമാരും ഇങ്ങനത്തെ ഒരു സഹനവും അവരുടെ പ്രാർത്ഥനയായി മാറ്റിവെച്ച് അവർ കാഴ്ചവെക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു കുടുംബം ഒരു തിരുക്കുടുംബമായി മാറുന്നത്. ഒരമ്മയ്ക്ക് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് റോളാണ് അതിലുള്ളത്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏഞ്ചൽ സാമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 0484-255-9313 അല്ലെങ്കിൽ ഡ്രോപ്പ് us your mail at info@angelsarmy.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം. അൺടിൽ ദെൻ, ഗുഡ് ബൈ. ഡാഡി അമ്മച്ചി, താങ്ക് യു സോ മച്ച്. ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം, ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം, ഉള്ളിലൊരാനന്ദം തിരതല്ലുന്നു, വിണ്ണിലൊരാഘോഷം തുടങ്ങുന്നു, ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം, ഉള്ളിലൊരാനന്ദം തിരതല്ലുന്നു.